നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ ഓട്ടോറിക്ഷയിലും സ്വകാര്യ ബസ്സിലും ഇടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. കാറിലെ യാത്രക്കാരും നന്നമുക്ക് സ്വദേശികളുമായ കുഞ്ഞത്ത് വീട്ടിൽ 19 വയസ്സുള്ള ശ്രീജീവ്, 65 വയസ്സുള്ള പത്മനാഭൻ, ഓട്ടോറിക്ഷ ഡ്രൈവറായ ചാലിശ്ശേരി സ്വദേശി കുന്നത്തുവളപ്പിൽ വീട്ടിൽ 34 വയസ്സുള്ള ജിതിൻ എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഇന്ന് പുലർച്ചെ 6:30യോടെയാണ് അപകടം സംഭവിച്ചത്. ഗുരുവായൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും തുടർന്ന് മലായ ജംഗ്ഷനിൽ യാത്രക്കാരെ കയറ്റുന്നതിനായി നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസ്സിന് പുറകിലും ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ കോഴിക്കോട് റൂട്ടിൽ സർവീസ് നടത്തുന്ന ശ്രീ അയ്യപ്പൻ എന്ന ബസ്സിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ ബ്രേക്ക് ചവിട്ടുന്നതിനു പകരം അബദ്ധത്തിൽ ആക്സിലറേറ്റർ ചവിട്ടിയതാണ് വാഹനം നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടാൻ കാരണമായതെന്ന് പറയുന്നു. അപകടം നടന്നയുടൻ തന്നെ സംഭവസ്ഥലത്തുണ്ടായിരുന്ന മറ്റ് ഓട്ടോറിക്ഷ തൊഴിലാളികളും നാട്ടുകാരും ചേർന്ന് പരിക്കേറ്റവരെ കുന്നംകുളം ദയ റോയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടിയുടെ ആഘാതത്തിൽ സ്വകാര്യ ബസിന്റെ പിൻഭാഗവും ഭാഗികമായി തകരുകയും കാറിന്റെ മുൻവശം പൂർണ്ണമായും തകരുകയും ചെയ്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ കുറച്ചു സമയത്തേക്ക് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. സ്ഥലത്തെത്തിയ കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ഗതാഗതം പുനഃസ്ഥാപിക്കുകയും ചെയ്തു. സംസ്ഥാനത്തെ 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്നറിയാം. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ വൈകിട്ട് 3 മണിക്ക് ഫലപ്രഖ്യാപനം നടത്തും. സർക്കാരിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റെയും ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെയും നമ്മുടെ കേരളം ആപ്പിലൂടെയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷാഫലം പരിശോധിക്കാം. 4,52,437 വിദ്യാർത്ഥികളാണ് ഫലം കാത്തിരിക്കുന്നത്. മാർച്ച് 6 മുതൽ മാർച്ച് 28 വരെയാണ് ഈ വർഷത്തെ +2 പരീക്ഷകൾ നടന്നത്. അടുത്ത മാസം മുതൽ സേ പരീക്ഷ എഴുതാൻ അവസരമുണ്ടാകും. നേരത്തെ മെയ് 22-ന് പ്രസിദ്ധീകരിക്കുമെന്ന് അറിയിച്ച പരീക്ഷാഫലമാണ് സാങ്കേതിക തടസ്സങ്ങൾ മൂലം മാറ്റിവെച്ചത്. പുതിയ വിദ്യാഭ്യാസ മന്ത്രി ചുമതല ഏറ്റെടുത്തതിനു ശേഷമുള്ള ആദ്യ പരീക്ഷാഫല പ്രഖ്യാപനം കൂടിയാണിത്. ജൂൺ 10-ന് 1ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാഫലവും പ്രസിദ്ധീകരിക്കും. കുന്നംകുളം നഗരസഭയിലെ രൂക്ഷമായ കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ള സമഗ്ര പദ്ധതികളുടെ പ്രവർത്തനങ്ങൾ അന്തിമഘട്ടത്തിൽ. അമൃത് പദ്ധതിയുടെ ഭാഗമായി വെള്ളിയങ്കല്ലിൽ നിന്നും തൃത്താല പമ്പ് ഹൌസിലേക്ക് വെള്ളം എത്തിച്ച് അവിടെയുള്ള ശുദ്ധീകരണശാല വഴി നഗരസഭയിലേക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത്. 40 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇതിനായി നഗരസഭ നടപ്പിലാക്കുന്നത്. തൃത്താല ശുദ്ധീകരണ പ്ലാന്റിനായി 20 കോടി രൂപ അനുവദിക്കുകയും നഗരസഭയിലെ വിവിധ വാർഡുകളിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുകയും ചെയ്തു. കുറുക്കൻപാറയിൽ 10 ലക്ഷം ലിറ്റർ ശേഷിയുള്ള പുതിയ ടാങ്കിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിലാണ്. 3 മാസത്തിനുള്ളിൽ ഇതിന്റെ പ്രവർത്തനം പൂർത്തിയാകും. അനുവദിച്ച തുക ഉപയോഗിച്ച് പൈപ്പുകളില്ലാത്ത പ്രദേശങ്ങളിൽ പുതിയ കണക്ഷനുകൾ നൽകുന്നു. സംസ്ഥാന സർക്കാർ അനുവദിച്ച 5 കോടി രൂപ ഉപയോഗിച്ച് നഗരസഭയിലെ പഴക്കം ചെന്ന പൈപ്പുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുന്ന പ്രവൃത്തികളും നടക്കുന്നുണ്ട്. YMCA ടാങ്ക്, തൃശൂർ റോഡിലെ 2 ടാങ്കുകൾ, നിർമ്മാണം പൂർത്തിയാകുന്ന കുറുക്കൻപാറ ടാങ്ക് എന്നിവയിലൂടെ നഗരസഭയുടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ശുദ്ധജലം എത്തിക്കാൻ സാധിക്കും. പാറേമ്പാടത്തു നിന്നും അയ്യപ്പത്ത് റോഡ് വഴി അടുപ്പൂട്ടിയിലേക്ക് പൈപ്പ് ലൈൻ എത്തിച്ച് പുതിയ ടാങ്ക് നിർമ്മിക്കുന്നതാണ് അടുത്ത ഘട്ടത്തിൽ നടപ്പിലാക്കുക. കുറുക്കൻപാറയിൽ നടക്കുന്ന പദ്ധതിയുടെ പുരോഗതി ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർപേഴ്സൺ PG ജയപ്രകാശ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സോമശേഖരൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർഷ ജിജു, കൗൺസിലർമാരായ രുദ്ര രജീഷ്, PV രഞ്ജിത്ത് എന്നിവർ സന്ദർശിച്ച് വിലയിരുത്തി. ഈ പദ്ധതികളിലൂടെ കുന്നംകുളത്തെ കുടിവെള്ള പ്രശ്നത്തിന് വരും നാളുകളിൽ വലിയൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് നഗരസഭയുടെ പ്രതീക്ഷ. ഈ ഒരു പദ്ധതി പൂർത്തിയാവുന്നതോടെ നഗരസഭയുടെ പകുതിയിലധികം വാർഡുകളിലുള്ള കുടിവെള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റുള്ള വാർഡുകൾക്കും കൂടി പുതിയ പൈപ്പുകൾ ഇടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ കൂടി നഗരസഭ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നിലവിലിപ്പോൾ നമ്മൾ ഏകദേശം 350 mm പുതിയ പൈപ്പുകൾ ഇട്ടിരിക്കുകയാണ്. കുറുക്കൻപാറയിലാണ്. ആ പൈപ്പുകൾ ഇടുന്നതിന് അവിടുത്തെ കുറുക്കൻപാറയിലുള്ള കരിങ്കൽ തൊഴിലാളി സഹോദരങ്ങൾ ഉൾപ്പെടെ വലിയ സഹായമാണ്. അവരുടെ പണിസ്ഥലമാണ്. അതെല്ലാം മാറ്റിക്കൊണ്ട് വലിയ സഹകരണത്തോടെയാണ് പുതിയ പൈപ്പുകൾ ഇടുന്നതുൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു പദ്ധതി പൂർത്തിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നഗരസഭയുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിലയിൽ ശാശ്വത പരിഹാരം കണ്ടെത്താനാവുമെന്നാണ് കേരള ഇലക്ട്രിക്കൽ വയർമെൻ സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ KEWSA-യുടെ 38ാം സംസ്ഥാന സമ്മേളനത്തിന്റെ നടത്തിപ്പിനായുള്ള സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി. തൃശൂർ അളഗപ്പ നഗർ യൂണിറ്റ് ഓഫീസിൽ വെച്ച് നടന്ന യോഗത്തിൽ ചെയർമാനായി P ജോർജ് മാത്യു, ജനറൽ കൺവീനർ EO ജോണി, ഫൈനാൻസ് കൺവീനർ CV രാജു, രക്ഷാധികാരികളായി M മുജീബ് റഹ്മാൻ, TJ ജെയിംസ് എന്നിവർ ഉൾപ്പെട്ട 51 അംഗ സ്വാഗത സംഘ കമ്മിറ്റിക്ക് രൂപം നൽകി.
ജൂൺ 18-ന് കൊടകര ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംഘടനാ നേതാക്കൾക്ക് പുറമെ വിവിധ രാഷ്ട്രീയ, കലാ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. പതാക ഉയർത്തൽ, പ്രകടനം, പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, വിവിധ കമ്പനികളുടെ സ്റ്റാൾ പ്രദർശനം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം, ചികിത്സാ സഹായ വിതരണം, കൂടാതെ മുഖ്യമന്ത്രിക്ക് നൽകാനുള്ള സംഘടനയുടെ അടിയന്തര ആവശ്യങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക നിവേദനത്തിന്റെ പ്രകാശനം, കലാപരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കും. കാൽവറി പ്രയർ ഫെലോഷിപ്പിന്റെ സുവിശേഷ യോഗം കല്ലുംപുരം കത്തോലിക്ക ദേവാലയത്തിൽ നടന്നു. വികാരി ഫാദർ ജോബ് സുവിശേഷ യോഗത്തിൽ സ്വാഗതം പറഞ്ഞു. മൂവാറ്റുപുഴ നിർമ്മല കോളേജ് റിട്ടയർഡ് പ്രൊഫസർ ജിജി ജോസഫ് മുഖ്യ സുവിശേഷ സന്ദേശം നൽകി. കാൽവറി കുന്നംകുളം യൂണിറ്റിന്റെ ഗാന ശുശ്രൂഷയും ഉണ്ടായിരുന്നു. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.